നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ടോ? മുട്ടിൻ്റെ 2 ബോൺസിനെ എൻ്റെ ഒരു റബ്ബർ പോലുള്ളൊരു പദാർത്ഥം കൊണ്ട് ഇങ്ങനെ ഒരു സി ഷേപ്പിൽ കവർ ചെയ്തിട്ടുണ്ടാവും, കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും ഇങ്ങനെ അല്ലാതെ അടുത്ത് വരുമ്പോഴോ തൊടുമ്പോഴോ അതിന് ടേറ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് മുട്ടുവേദന വരുന്നത്. ഇതിനിടയിൽ ഒരു ലൂബ്രിക്കേഷനായിട്ട് ഒരു കൊഴുത്ത ദ്രാവകമുണ്ട്. അതിൻ്റെ കുറവും അത് കുറഞ്ഞു വരുന്നതും ഒക്കെ മുട്ടുവേദനയ്ക്ക് കാരണമാവുന്നു. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടപ്പുറപ്പാവോ കല്യാണം കഴിച്ചൊക്കെ പോലെയാണ്, പോയി കിട്ടില്ല, വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, എനിക്ക് നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. എൻ്റെ ഈ കാലിന് ACL ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. മുട്ടുവേദന ഒഴിവാക്കാൻ ഒരു 4-5 എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളെന്നും ചെയ്യുകയാണെങ്കിൽ മുട്ടുവേദന ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. തുടക്കത്തിലൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് ചെയറിലിരുന്നിട്ട് അല്ലാതെ നമസ്കരിക്കാൻ കഴിയും. കുറച്ച് ദൂരം നടക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മുട്ടുകൾ, നമ്മുടെ ഊരാന്നൊക്കെ പറഞ്ഞാൽ പ്രായമായി വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളായി വരുകയാണ്. കാരണം നമ്മുടെ മൂവ്മെൻറ്റിനെ വല്ലാതെ ബാധിക്കും. നമ്മുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിനകത്തായി പോകും. അകത്തായി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഭാരമാവും, നമ്മൾക്കും വളരെ വിരസമായിരിക്കും. ഇന്നത്തെ കാലത്ത് ആരും വന്ന് കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും കിടപ്പിലാവാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യം. നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം പ്രശ്നമാണ്, മറ്റുള്ളവരുടെ പ്രശ്നമല്ലാതെ ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു പുതപ്പെടുക്കുക, അങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ ഇവിടെ കാലിൻ്റെ അടിയിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇനി കൈകൾ കുത്തിയിട്ട് മുട്ടിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ട് ഈ പുതപ്പ് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. പുതപ്പുറപ്പിനെ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് താഴ്ത്താൻ ശ്രമിക്കുക. ഇങ്ങനെ 2, 3 ഇങ്ങനെ 25 പ്രാവശ്യം ചെയ്യുക. പുതപ്പല്ലാതെ ഇങ്ങനത്തെ സ്പോഞ്ച് കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പം നമുക്കിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ 25 ടൈംസ്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഈ ജോയിൻറ്റിൽ വയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഇനി ഇവിടെ പ്രസ് ചെയ്യാം. 1, 2, 3, 4 അങ്ങനെ 25 പ്രാവശ്യം ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ പുതപ്പ് കാലിൻ്റെ ഇടയിൽ വയ്ക്കുക. ഇടയിൽ വെച്ചിട്ട് നല്ല പ്രഷർ കൊടുക്കുക. 1, 2, 3, 4. ഇനി അല്ല അങ്ങനെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ കുറേ കൂടി നന്നായിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. 1, 2 ഇതും 25 പ്രാവശ്യം ചെയ്യാം. കാലുകൾ നമ്മൾ ബലം കൊടുത്തിട്ട് നിവർത്തുക 25 പ്രാവശ്യം. 1, 2, 3, 4 അങ്ങനെ ഇടത് കാലം. 1, 2, 3. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 5 മിനിറ്റ് നേരം പിന്നോട്ട് നടക്കുക. പിന്നോട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കാല് വളച്ചിട്ട് ഇങ്ങനെ ശക്തിയായിട്ട് നടക്കണം. ഇങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ട് നടക്കണം. നമ്മൾ ഇങ്ങനെ പിന്നോട്ടല്ല നടക്കേണ്ടത്, ഇവിടുന്ന് ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കണം. ഇനി നിങ്ങൾ കാല് കുറച്ച് മുന്നോട്ട് ചുമരിനോട് ചാരിയിട്ട് കാല് മുന്നോട്ട് വയ്ക്കുക. എത്ര മുന്നോട്ട് വെക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇത്ര മുന്നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയരുത്, അത്രയ്ക്ക് മുന്നോട്ട് വെക്കുക. എത്ര മുന്നോട്ട് വെച്ചാൽ ഇത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവണം, അത്രയും മുന്നോട്ട് വെക്കണം. മുന്നോട്ട് വെച്ചിട്ട് മുട്ടിൽ പിടിക്കുക. ഓക്കെ, നമ്മുടെ ബട്ടക്സ് മാത്രമാണ് ചുമരിൽ തട്ടുന്നത്, മുട്ടിൽ പിടിക്കുക. എന്നിട്ട് കാല് പൊന്തിക്കുക. ചെയ്യാൻ നല്ല വിഷമായിരിക്കും ഇത്. ഇതിങ്ങനെ പൊന്തിച്ചിട്ട് 25 പ്രാവശ്യം. ഇവിടെയുള്ള ഇതിനൊക്കെ നല്ല വലിയെന്ന് നമ്മൾ അറിയും. 25 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ശേഷം പിന്നെ നിങ്ങൾ പൊന്തില്ല. വളരെ ശ്രമിച്ചുകൊണ്ട് തുടക്കത്തിലൊക്കെ 10 അത് കൂട്ടി ഒരു 25 പ്രാവശ്യം ചെയ്യും. ഈ എക്സസൈസ് നമ്മൾക്ക് കോണിപ്പടികളിൽ വെച്ച് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ പിടിച്ചുകൊണ്ട് ചെയ്യുക, ബുദ്ധിമുട്ടില്ലെങ്കിൽ പിടിക്കാതെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. നമ്മൾ ഈ അടിയിലുള്ള പടികളിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷേ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നൊരു കുറച്ചൊരു 1-2 പടികൾ മേലെ വയ്ക്കുക. മേലെ നമ്മൾ വെക്കുന്നത് ഈ തള്ളഭാഗത്താണ് കാല് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പിടിച്ചിട്ടോ പിടിക്കാതെയോ ഇങ്ങനെ മുന്നോട്ട് വരിക. ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ കാല് ഈ 2 ഭാഗങ്ങളും ടച്ച് ആവണം. ബാക്കിലുള്ള കാലിൻ്റെ മടമ്പ് പൊന്തണം.
ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബോഡിയുടെ മൊത്തം വെയിറ്റ് കാലിലേക്ക് കൊടുത്തിട്ട് കാല് മാക്സിമം ഇങ്ങോട്ട് മുന്നോട്ട് വരണം. കാലവിടെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. ബാലൻസ് കിട്ടാത്തവർ പിടിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഒരു 1-2 സെക്കൻഡ് നേരെ ഇവിടെ വന്നിട്ട് നിൽക്കുക. വലത് കാലുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടത് കാലുകൊണ്ട് അതുപോലെ തന്നെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇത് നമ്മൾ ഏറ്റവും താഴെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാവധാനം ഇതിൻ്റെ താഴത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് താഴത്തെ സ്റ്റെപ്പിലേക്ക് ചെയ്യുക. ഇനി കഴിയുമെങ്കിൽ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലേക്ക് ചെയ്യുക. വേദന കുറവുള്ളവർ പിടിക്കാതെയാണ് ചെയ്യേണ്ടത്. പിടിക്കാതെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നടുവിനൊക്കെ ഒരു നല്ല ഫോഴ്സ് വരുന്നത് നമ്മൾ അറിയും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നവരെയും എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് അസിസ്റ്റഡ് ആയിട്ടുള്ളത് ചെയ്യുക. ഓരോ കാലിനും ഒരു 5 വീതം ചെയ്യുക. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എലിഫൻ്റ് വാക്ക് എന്നാണ് പറയാറുള്ളത് ഇതിന്. ഇത് ഒരു സ്റ്റെപ്പിൻ്റെ കുറച്ച് ബാക്കിൽ നിൽക്കുക, എന്നിട്ട് വളഞ്ഞിട്ട് സ്റ്റെപ്പുമ്മ കൈ വയ്ക്കുക, എന്നിട്ട് ഓരോ കാലുകളായിട്ട് മടക്കുക. ബാക്കെല്ലാം നിവർത്തി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ കാലിൻ്റെയും ഇവിടെയുള്ള നെർവുകളൊക്കെ നന്നായി വലിവ് നമുക്ക് അനുഭവപ്പെടും. സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മൾ അറിയും. അത് ഓരോ കാലിനും ഒരു 10 വീതം ചെയ്യാം. കുറച്ച് സമയം ഈ 4-5 എക്സസൈസുകൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചാൽ മുട്ടുവേദന ഇല്ലാതെ ഇനിയുള്ള കാലം നമുക്ക് കഴിയാം. ഞാനത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. നിങ്ങൾ പരീക്ഷിക്കുക. ഓക്കെ.